അല്ല കുട്ടാ, വല്ലതും നടക്കുമോ? അമ്മേ, ഒരു ലോങ് ഡിസ്റ്റൻസ് ഓഫർ ഉണ്ടായിരുന്നു, ഞാനത് വേണ്ടാന്ന് വെച്ചു. അതെന്തേ? ഞാൻ പറയാ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ല എന്ന്. ഏത് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് STD ബൂത്തിലിരുന്ന് ഫോൺ വിളിച്ചിട്ടും 2 പേജ് കവിയാണ്ട് കത്തെഴുതിയിട്ടും ഒരു പ്രണയം 3 കൊല്ലം കൊണ്ടു കിടന്ന് അയാളെ കെട്ടിയേ അവൻ്റെ അമ്മയോടാണ് അവൻ ഈ പറയണേ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ല എന്ന്. ഏത് ബാംഗ്ലൂർ കോഴിക്കോട് അത് നടത്തിയത് ഞാൻ. എന്നിട്ട് അവൻ പറയാണ് നടക്കൂലെന്ന്. ശരി, ഞാനൊന്നും പറയാൻ പോയില്ല. ആയിക്കോട്ടെ, സഹായം വേണ്ടെങ്കിൽ വേണ്ട. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ചോദ്യം വേണ്ട, ഞാനൊരു സിറ്റുവേഷൻഷിപ്പിലാണെന്ന്. ഈശ്വര, ഇതെനിക്കൊരു പുതിയ വാക്കായിരുന്നു. സിറ്റുവേഷൻഷിപ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എനിക്കും അതെ, പുതുതായിരുന്നു. ഞാൻ പിന്നെ സ്വന്തം നിലയ്ക്ക് നമ്മളൊന്ന് അന്വേഷിച്ച് പോകണല്ലോ സാധനം എന്താന്ന്. അപ്പം നോക്കുമ്പോൾ ഈ പുതിയ വാക്ക് വന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പദസഞ്ചയത്തിൽ ഇക്കഴിഞ്ഞ വർഷം ചേർത്തിട്ടുള്ള പദമാണ്. അപ്പോൾ സിറ്റുവേഷൻഷിപ്പ് എന്താണെന്ന് വിശദീകരിക്കണം എങ്ങനെയാണ് ചോദിച്ചപ്പോൾ, നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ടോ, വല്ലപ്പോഴും സംസാരിക്കാറുണ്ടോ? പിന്നെ സംസാരിക്കും. അപ്പം നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്? അല്ല അമ്മേ, ഞങ്ങൾ ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് അല്ല, ഞങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണ്. എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് വഴിക്ക് കളിക്കുക എന്ന് പറയും, ഒരു ഉറപ്പില്ലാണ്ടേ. ആണോ അല്ലേ? അപ്പം മാത്രമാണ് സിറ്റുവേഷൻഷിപ്പ്. ശരി, ആയിക്കോട്ടെ, അതും നമ്മൾ വിട്ടു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി സിറ്റുവേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അവനോട് ചോദിച്ചു, അല്ല എന്തായി കുട്ടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ ദേഷ്യവും ദൈന്യതയും ഒരുപോലെ സമം ചേർത്തിട്ട് എൻ്റെ ഒരു നോട്ടം നോക്കി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബ്രേക്കപ്പ് എന്തായാലും ഉണ്ടാവും. ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വേണ്ട? റീബൗണ്ട്, സമയം കൊടുക്കണം. പിന്നെ നമ്മൾ സമയം കൊടുത്ത് സാവകാശമായപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പിന്നെയും ചോദിച്ചു, എടാ അമ്മയുടെ വേവലാതി കൊണ്ടാണ്, അമ്മ നിന്നെ ഹെൽപ്പ് ചെയ്യണോ? അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ മുൻപരിചയമുള്ള കാര്യം നിനക്കറിയാലോ. എന്തെങ്കിലും ഹെൽപ്പ് നിനക്ക് എങ്ങനത്തെ കുട്ടികളെ താല്പര്യം എന്നെങ്കിലും പറയേ. അവൻ എന്നെ ഒന്ന് വിശദമായി ഒന്ന് നോക്കി, എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഭർത്താവിനെയും നോക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ സെലക്ഷൻ ഞാൻ കണ്ടു, എനിക്ക് അമ്മയുടെ യാതൊരു സഹായവും വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക.